ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗബ്രി പുറത്തു വന്ന ആദ്യ ലൈവിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗബ്രിയുടെ ടോപ്പ് 5 എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർ തന്നെയാണോ, അതോ ഗബ്രിയുടെ ടോപ്പ് 5 എന്ന് പറയുന്നത് വേറെ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ച കുറച്ച് പേരൊക്കെ തന്നെ ഇതിലുണ്ട്. ഗബ്രി പറയുന്ന ടോപ്പ് 5 ആദ്യം തന്നെ ജാസ്മിൻ്റെ പേരാണ് പറയുന്നത്. ജാസ്മിൻ അവൾ ടോപ്പ് 5 മാത്രമല്ല, അവൾ കിരീടം ചൂടണമെന്ന് തന്നെയാണ് ഗബ്രി ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഗബ്രിയുടെ ആഗ്രഹവും അത് ജാസ്മിൻ വിന്നർ ആകണമെന്ന് തന്നെയാണ് ഗബ്രിയുടെ ആഗ്രഹം. അത് കഴിഞ്ഞ് ടോപ്പ് 5 ഉണ്ടാകണമെന്ന് പറയുന്ന രണ്ടാമത്തെ ആൾ സിജോ ആണ്, പിന്നെ ജിൻഡോ ആണ്, അതുപോലെ അപ്സരയുണ്ട്. അഞ്ചാമതായിട്ട് നമ്മുടെ ഋഷിയുടെ പേരാണ് പറയുന്നത്. ഋഷി ഗെയിമിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ 5ാം സ്ഥാനത്ത് ഋഷിക്കും നമ്മുടെ ഗബ്രി കൊടുക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കേ, ഗബ്രി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജിൻഡോയുടെ പേര് പോലും അല്ലെന്നുണ്ടെങ്കിൽ ജിൻഡോ ഒരു ഗെയിമറാണെന്ന് പോലും അംഗീകരിച്ചു കൊടുക്കാൻ താല്പര്യപ്പെട്ട ഒരു വ്യക്തിയല്ല ഗബ്രി. എന്നാൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഗബ്രിയുടെ ഉള്ളിലെ വ്യക്തി എന്താണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തരികയാണ്. അവിടെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് ആരൊക്കെയാണ്, മികച്ച രീതിയിൽ വരുന്ന കണ്ടസ്റ്റൻ്റ് ആരൊക്കെയാണെന്ന് ഗബ്രി വ്യക്തമായി ഗബ്രിയുടെ ആ ഒരു ടോപ്പ് 5 പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകർക്കെല്ലാം വ്യക്തമാണ് ഗബ്രി ഏത് രീതിയിലാണ് ഓരോ കണ്ടസ്റ്റൻസിനെയും കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഗബ്രി അവിടെ എന്ത് ഗെയിമാണ് കളിച്ചത് എന്ന്. എല്ലാം ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗമാണ്. ഗബ്രി അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്, ഞാൻ ഗെയിമാണ് കളിക്കുന്നത്, ഗെയിമിനെ ഗെയിമായിട്ടാണ് കാണുന്നത്, അല്ലാത്ത രീതിയിലും. ബാക്കി അതിനിടയിൽ സംഭവിച്ച മറ്റ് പല കാരണങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കോംബോ പിടിക്കലും പ്രേക്ഷകരുമായിട്ട് നല്ല രീതിയിൽ ഒരു കണക്ഷൻ കിട്ടാതെ പോകുകയും മറ്റ് കണ്ടസ്റ്റൻസിനെ ഒരു മാന്യതയില്ലാത്ത രീതിയിൽ അവർക്കെതിരെ സംസാരിക്കുന്നതുമാണ് ഗബ്രിക്ക് പറ്റിപ്പോയ കുറച്ച് പാളിച്ചകൾ. അതുകൊണ്ട് തന്നെയാണ് ഗബ്രിക്ക് പുറത്തേക്ക് വരേണ്ടതായി വന്നത്. എന്തായാലും ഈ ഗബ്രിയുടെ ഈ ഒരു ടോപ്പ് 5 നമുക്ക് നോക്കാം. ഇവർ തന്നെ ആകുമോ മുന്നോട്ടും മികച്ച രീതിയിൽ വരുന്നത്, അതുപോലെ തന്നെ വേറെ ആരെങ്കിലും കണ്ടസ്റ്റൻസ് ഇതിനെ ഓവർകം ചെയ്ത് വരുമോ? അതുപോലെ തന്നെ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് പറയുക. ഗബ്രി പറഞ്ഞ ഈ ഒരു ടോപ്പ് 5 നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ നിങ്ങളുടെ ഒരു ടോപ്പ് 5 ആരൊക്കെ ആയിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കുമെങ്കിൽ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.